നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഇന്നുള്ളത് ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിലെ ഫോക്സ്ഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് മാനേജ്മെൻറ്റ് കമ്പനികളാണ്. ഈ ഫോക്സ്ഡെയിലിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ബിസിനസ് കോൺസെപ്റ്റ് കൂടാതെ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും 23 വർഷത്തെ സേവനം അനുഷ്ഠിക്കുന്ന വലിയൊരു കമ്പനിയാണ്. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ 2025 കാന്റൺ ട്രേഡ് ഫെയർ ചൈനയിൽ നടക്കുന്ന ലോക പ്രശസ്തമായ ട്രേഡ് ഫെയർ 21 വർഷത്തെ ട്രാവൽ ഇൻഡസ്ട്രിയിലെ പരിചയമുള്ള സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസും ഫോക്സ്ഡെയിലും കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കാന്റൺ ട്രേഡ് ഫെയറിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ അവസരം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ഫോക്സ്ഡെയിലിലെ എല്ലാമായ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പത്മകുമാർ സാറാണ്. അദ്ദേഹത്തിനെ നമുക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു സർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ കടക്കാം. സർ, എന്തുകൊണ്ട് കാന്റൺ ട്രേഡ് ഫെയർ, അല്ലെങ്കിൽ എന്തിന് കാന്റൺ ട്രേഡ് ഫെയറിൽ നമുക്ക് പങ്കെടുക്കും? ജനറലി നമുക്ക് കാൻ ഫെയർ നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്ന്, എല്ലാ വർഷവും ഏപ്രിലും ഒക്ടോബറിലും 2 ഘട്ടങ്ങളിലായിട്ടാണ് കാൻ ഫെയർ നടക്കുക. ഒരു പുതിയ ബിസിനസ് അവസരം നോക്കുന്ന ഒരാളാണെങ്കിൽ, അതല്ല എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 2 ഘട്ടങ്ങളിലായിട്ട് മാറി വേണം ഇവർ എപ്പോഴും കാൻ ഫെയർ ചൂസ് ചെയ്യാൻ. അതിൽ പുതിയ കമ്പനികൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ഏപ്രിൽ മാസത്തെ കാൻ ഫെയറിലും, ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സുകാരനാണെങ്കിൽ അയാളുടെ സ്റ്റോക്ക് കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റിൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യവുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ഒക്ടോബർ മാസത്തെ കാൻ ഫെയറിലേക്ക് പങ്കെടുക്കും. നിങ്ങളൊരു ബിസിനസ് സീക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ തേടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാൻ ഫെയർ കണ്ടിരിക്കണം. സോ ഇതിൽ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്കാണ് ഈ ഒരു കാന്റൺ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കാൻ? ഞാൻ ഇത് ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇതൊരു ലെഷർ ട്രിപ്പ് ഒന്നുമല്ല അല്ലേ, ഇത് ശരിക്കും വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ കാണേണ്ട ഒരാൾക്കാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കാന്റൺ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കാനായിട്ടുള്ള എന്തൊക്കെ ഹേർഡിൽസ് ആണ് നമുക്കുള്ളത്? ഫോർ എക്സാമ്പിൾ, ചൈനീസ് വിസയ്ക്ക് നമ്മൾ കൊടുക്കണം ഇല്ലേ, നമ്മളൊരു 10-15 ദിവസം നമുക്കിതിൽ മാറ്റി വെക്കേണ്ടതായ ഒരു അവസരമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ 3 ഫേസിലല്ലേ ഇത് നടക്കുന്നത്? 3 ഫേസിലാണ് ഈ ഒരു കാന്റൺ ട്രേഡ് ഫെയർ നടക്കുന്നത്. അതായത് 3 ഫേസിൽ 3 ഡിഫറെൻറ്റ് ബിസിനസ്സുകാരെ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാന്റൺ ഫെയർ 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഫേസ് ഏപ്രിൽ 15 മുതൽ 19 വരെ, രണ്ടാമത്തെ ഫേസ് 23 മുതൽ 27 വരെ, ഏപ്രിൽ 23 മുതൽ 27 വരെ, മൂന്നാമത്തെ ഫേസ് മെയ് 1 മുതൽ 5 വരെ. ഒന്നാമത്തെ ഫേസ് പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, LED, വെഹിക്കിൾസ് അല്ലെങ്കിൽ EV, ദെൻ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഇതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ. ഞാൻ മേജർ കാറ്റഗറീസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ ഫേസിൽ പങ്കെടുക്കുക. രണ്ടാമത്തെ ഫേസിലേക്ക് നമ്മൾ വരുമ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈനിങ്, സാനിറ്ററി ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളായിരിക്കും, ഉൽപ്പന്നങ്ങളായിരിക്കും കൂടുതൽ രണ്ടാമത്തെ ഫേസിലേക്ക് വരിക. ഇനി മൂന്നാമത്തെ ഫേസിലേക്ക് നമ്മൾ വരുമ്പോൾ പേഴ്സണൽ കെയർ, ഹെൽത്ത് കെയർ, ഫുഡ് ആൻഡ് ബിവറേജ്, ടോയ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ ഫേസിലേക്ക് വരിക. ഒരു ഫേസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച്, ഇപ്പം ഒരു ടൂർ ഓപ്പറേറ്ററുമായി, ഒരു ഓർഡിനറി ടൂർ ഓപ്പറേറ്ററുമായിട്ട് മാത്രം, ഒരു ലെഷർ ട്രിപ്പായിട്ട് മാത്രമാണ് നിങ്ങളിത് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ടാർഗറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഏത് ഫേസ് ആണ് പങ്കെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ബിസിനസ് ഇതാണ്, എനിക്ക് ഏത് ഫേസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഒരു പക്ഷേ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല നിങ്ങളോടൊപ്പം സഞ്ചരിക്കുക. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൺറൈസുമായി ഫോക്സ്ഡെയിൽ കൊളാബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 കൂട്ടർക്കും ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് ഗൂഗിൾ മീറ്റിലൂടെയും 1-to-1 ആയിട്ടും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ സെഷൻസ് കൊടുക്കുന്നു. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ എന്തിന് കാൻ ഫെയർ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫേസ് ആണ് വിസിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. നോർമലി നമ്മൾ ചൈന വിസ ഒരു 6 മാസത്തേക്ക് മുൻപ് വരെ വളരെ ഈസി ആയിരുന്നു ചൈന വിസ ലഭിക്കാൻ. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ചൈന വിസ ലഭിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ, കാരണം റിജക്ഷൻ, അത് നോർമലി ഇതിനെക്കുറിച്ചൊക്കെ ഗൂഗിൾ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കോ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ചൈനീസ് വിസയ്ക്ക് കുറച്ച് റിജക്ഷൻസ് ഇപ്പോൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്.
അപ്പം അതുകൊണ്ടാണ് എല്ലാവരും നേരത്തെ മാർക്കറ്റിംഗ് തുടങ്ങുന്നതും ഞങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേരത്തെ എത്തിക്കുന്നതിന്റെ റീസണും അതാണ്. വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാനായിരിക്കും ഞങ്ങൾ ആവശ്യപ്പെടുക. കാരണം വിസ ലഭിക്കുന്നതിനൊരു 8 മുതൽ 10 വർക്കിംഗ് ഡേയ്സിന്റെ ആവശ്യം വരും. ഇപ്പം നോർമലി ഒരു 10 to 14 ഡേയ്സ് നമുക്ക് അതിനു വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. 2 രീതിയിലാണ് ചൈനീസ് വിസ സാധാരണ ലഭിക്കുക. ഒന്ന് ഒരു ടൂറിസ്റ്റ് വിസയായിട്ട് കിട്ടും, 2 ബിസിനസ് വിസയായിട്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വഴി സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളിലൂടെ ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ നോർമലി നമ്മൾ കൊടുക്കുക ബിസിനസ് വിസയാണ്. 30 ദിവസം നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാകും. വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്താൽ മതി. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള ബാക്ക് പേപ്പേഴ്സ് വർക്കൊക്കെ, ഇതിൻ്റെ ബാക്ക് വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ പാർട്ട് ആണെങ്കിലും രജിസ്ട്രേഷൻസ് ആണെങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻസ് ആണെങ്കിലും ഒക്കെ അതിനാവശ്യമായി വരുന്ന ഡോക്യുമെന്റേഷൻ പാർട്ടൊക്കെ പൂർണ്ണമായിട്ടും ഞങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഹേർഡിലും അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൻ്റെ പുറകിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും ഞങ്ങളത് ഓപ്പറേറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സാധാരണ നമുക്ക് മറ്റു പല ആൾക്കാരും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, ഈ അവിടെ വരുമ്പോൾ വന്നൊരു ഭയങ്കര ക്യൂ നിൽക്കുന്ന കാണാം. കാരണം ഈ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കുന്ന കാണാം. ഈ ക്യൂ നിൽക്കുന്നത് അവിടെ വന്ന് അവർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ബാഡ്ജ് എടുത്ത് അകത്തേക്ക് വരുന്ന രീതിയിലാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും കാശ് മുടക്കി നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് പോലും പാഴാക്കാത്ത രീതിയിൽ വളരെ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്യുകയും ലൈഫ് ടൈം ബയർ ബാഡ്ജാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻസ്, ഇൻവിറ്റേഷൻസ്, ബാഡ്ജ് ഒക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുകയും ഓൺലൈനിലെല്ലാം നമ്മൾ അപ്രൂവ് ആക്കി വയ്ക്കുകയും അവിടെ നമ്മൾ നേരിട്ട് ചെല്ലുന്നു, രജിസ്ട്രേഷൻ ഹാളിലേക്ക് നേരെ ചെല്ലുന്നു, നമ്മുടെ ബാർകോഡ് കാണിക്കുന്നു, അവർ നമുക്ക് ബാഡ്ജ് പ്രിന്റ് ചെയ്ത് തരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 to 3 മിനിറ്റ്സിനകത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാൻ ഫെയർ ഹാളിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റും. അതേപോലെ സാറേ ഈ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ബയർ ബാഡ്ജ് പറഞ്ഞു, അത് ലൈഫ് ടൈം എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായിരിക്കും അതുകൊണ്ടൊരു ബെനിഫിറ്റ്? ക്യാൻ ഫെയറിൽ നമുക്ക് സാധാരണ നമുക്ക് ചൈനീസിന് നേരിട്ട് എൻട്രി ഇല്ല. പ്രത്യേകിച്ച് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് വേണം അവർക്ക് ചെല്ലാൻ. ഓവർസീസ് ഇപ്പം നമ്മളെപ്പോലുള്ള ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓവർസീസ് ബയർ ബാഡ്ജ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നോർമലി നമുക്ക് ഓവർസീസിന് ഈ ബയർ ബാഡ്ജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇഫ് നേരത്തെ നമ്മൾ രജിസ്ട്രേഷൻസും അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ 100% നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും. പക്ഷേ അതിലേക്ക് എത്തുന്ന ഒരു ഹേർഡിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ ലെങ്തി പ്രോസസ്സാണ്. ഒരാൾ ബുദ്ധിമുട്ടിയിരുന്ന് കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷമാണ് നമുക്കതിലേക്ക് എത്തുക. ഇൻവിറ്റേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഒരു ബയർ കോഡ് മാറി വെരിഫൈഡ് കോഡ് നമുക്ക് ലഭിക്കാൻ നമുക്കൊരു 7 to 10 വർക്കിംഗ് ഡേയ്സ് തന്നെ എടുക്കും ഒരു വെരിഫൈഡ് ബാഡ്ജ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി. ഇനി ലൈഫ് ടൈം ബാഡ്ജ് എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ ലൈഫ് ടൈം ബാഡ്ജിലേക്ക് വേണ്ടിയാണ്. ലൈഫ് ടൈം ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലത്തേക്ക് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്യാൻ ഫെയർ വിസിറ്റ് ചെയ്യുന്നതിന് അഡീഷണൽ ആയിട്ട് ബാഡ്ജ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഇൻവിറ്റേഷൻസ് മാത്രം ഓരോ വർഷം നമ്മൾ ഇൻവിറ്റേഷൻ മാത്രം പുതുക്കിയെടുത്താൽ മതി. ബാഡ്ജിന്റെ രജിസ്ട്രേഷന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾ ഇൻവിറ്റേഷൻ മാത്രം പുതുക്കിയെടുക്കുക. നമുക്ക് ഈ ബാഡ്ജിയാണ് നമുക്ക് എല്ലാ വർഷങ്ങളിലേക്കും യൂസ് ചെയ്യാം. തുടർച്ചയായിട്ട് 3 or 5 ആണ്, അതെനിക്ക് വ്യക്തതയില്ല. 3 മുതൽ 5 വരെയുള്ള ക്യാൻ ഫെയറുകൾ നമ്മൾ വിസിറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രം മറ്റൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ ഇപ്പോൾ പല ആൾക്കാരും ക്യാൻറ്റൺ ട്രേഡ് ഫെയറിൻ്റെ പല വ്ളോഗ്സും കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പെവിലിയൻ അല്ലേ സാർ? അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞു നമ്മൾ 3 ഫേസ് ആയിട്ടാണ് പോകുന്നത്. ആ ഓരോ ഫേസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം ഈ പ്രാവശ്യം നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് കറക്റ്റ് പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾക്കൊരു എന്താ പറയുക കറക്റ്റായിട്ടൊരു മാർഗ്ഗരേഖ കൊടുക്കാനായിട്ട് സാറിൻ്റെ മനസ്സിലൊരു ഈസിയസ്റ്റ് വേ ഉണ്ടാവുമല്ലോ സാർ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ക്യാൻറ്റൺ ട്രേഡ് ഫെയറിനെ സംബന്ധിച്ച്, വർഷങ്ങളായിട്ട് അവിടെ പോയിട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് അല്ല, നോർമലി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് ആര്. ഇപ്പം ഞാനല്ലെങ്കിൽ എന്നെ പോലുള്ള വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ, അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് ഒരിക്കലും ഒരു വീഡിയോയിലൂടെ ഒന്നും പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് അല്ല. കാരണം നമ്മൾ എൻട്രി ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഓരോ സ്റ്റോളും ഓരോ ഭാഗവും വിസിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആൾ നിങ്ങളോടൊപ്പം ഉള്ളതിന് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഏത് ബ്ലോക്കിലൂടെ നമ്മൾ കയറുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് കിട്ടുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് കൃത്യമായിട്ട് എവിടെയാണ് നമുക്ക് ലേ ഔട്ട് ഉള്ളത്. ഈ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ക്യാൻറ്റൺ ഫെയറിൻ്റെ ബിൽഡിങ്സ് കിടക്കുന്ന T ഷേപ്പിലാണ്. അതിൽ എയും സിയും
തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് ഒരു 12-16 വരി ഹൈവേയുടെ മുകളിലൂടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ഷേപ്പിലുള്ള ഒരു ക്യാൻറ്റൺ ബിൽഡിങ്ങിലേക്ക് നമ്മൾ കയറുമ്പോൾ ഏത് ബ്ലോക്കിലൂടെയാണ് നമ്മൾ ആദ്യം കയറേണ്ടത്, രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ് ഏതൊക്കെ ബ്ലോക്കുകളിലാണ് നമുക്ക് ഓവർസീസ് രജിസ്ട്രേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരാൾ അവിടെ പോയി നേരിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അവർക്ക് സാധിച്ചേക്കും. പക്ഷേ അതിനുള്ള സമയം വളരെ കൂടുതലായിരിക്കണം. ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ഇവിടെ തൃശ്ശൂർ പൂരത്തിലൊക്കെ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ക്യാൻ ഫെയറിലേക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാവുന്ന ഒരാളോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് വളരെ കൂടുതലാണ്. സാധാരണ ഇപ്പം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ ഒരു ബ്ലോക്കിലേക്ക് കൊണ്ടുചെന്നതിന് ശേഷം ഇനിഷ്യലി കാറ്റലോഗ് നമ്മൾ വാങ്ങിക്കൊടുക്കാറാണ് പതിവ്. ഈ കാറ്റലോഗിനകത്ത് കൃത്യമായി ഫ്ലോർ വൈസ്, ബിൽഡിംഗ് വൈസ്, ഫ്ലോർ വൈസ് ഒക്കെ ഏതൊക്കെ കാറ്റഗറി ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അത് കൂടാതെ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഡയറക്ടറി ഉണ്ടാവും, ഒരു ഇൻഡെക്സ് പോലൊരു ബുക്ക്, കുറച്ചധികം വലിപ്പമുള്ള നമ്മുടെ പഴയ ടെലിഫോൺ ഡയറക്ടറിയുടെ ഒക്കെ വലിപ്പമുള്ള അത്രയും പേജുള്ള ഒരു വലിയൊരു ബുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് ഓരോ ബിൽഡിങ്ങിലും ഇപ്പം ABCD 4 ബ്ലോക്കുകളായിട്ടാണുള്ളത്. ഈ ഓരോ ബിൽഡിങ്ങിൽ നിന്നും നമ്മൾ ആ ഓരോ ബിൽഡിങ്ങിൻ്റെയും പ്രൊഡക്റ്റുകൾ ആ കാറ്റലോഗ് നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഈച്ച് ആൻഡ് എവരി ഔട്ട്ലെറ്റിൻ്റെ പൂർണ്ണ മേൽവിലാസം ഇൻക്ലൂഡിങ് ഫോൺ നമ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നാളെ അല്ലെങ്കിൽ നമ്മളിത് കണ്ടതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മിസ്സായി പോയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുമായി നമുക്ക് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി അത് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്, ഞങ്ങൾക്ക് ചൈനയിൽ ഷെൻജനിൽ ഓഫീസുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ കമ്പനിയോ കണ്ടുപിടിച്ചതിന് ശേഷം ആ കമ്പനി ഒന്ന് കോൺടാക്ട് ചെയ്യൂ, എനിക്ക് ഇന്ന പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു തന്നാൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ലോക്കൽ എംപ്ലോയി തന്നെ ഉണ്ടാവും. അവരവിടെ പോയി അത് കണ്ടുപിടിച്ച് സോഴ്സിങ്ങിന് നമുക്ക് 100% നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞങ്ങൾ സോഴ്സിങ്ങിന് ഒരു ഫീസും ചാർജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 1% പോലും ഞങ്ങൾ സോഴ്സിങ് ഫീസ് ചാർജ് ചെയ്യുന്നില്ല. ഞങ്ങൾ വഴിയാണ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി അല്ല, ഞങ്ങളല്ല മറ്റാരെങ്കിലും കൊണ്ടാണ് നിങ്ങൾ ഷിപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഞങ്ങൾ സോഴ്സിങ്ങിന് ചെറിയൊരു ഫീസ് ഈടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. 100% ജസ്റ്റ് ഒരു സ്റ്റോൾ വന്ന് കണ്ട് തിരിച്ചു വരിക എന്നുള്ളതല്ല. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നമ്മൾ ക്യാനൻ ട്രേഡ് ഫെയറിലെ സ്റ്റോൾസ് നമ്മൾ കാണും. അപ്പോൾ ആ സ്റ്റോൾസ് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. സാമ്പിൾസ് ആണല്ലോ അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഓരോ വലിയൊരു പെവിലിയനാണ്, അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഐറ്റംസ് നമുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അല്ല, നമുക്കത് വേറെ ഏതെങ്കിലും രീതിയിൽ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ആ കമ്പനിയെ നേരിട്ട് പോയി മീറ്റ് ചെയ്യണം. ശരി, എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ?